പോലീസിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട CPM നേതാവ് VK നിഷാദ് പരോൾ നേടിയത് ചട്ടവിരുദ്ധമായെന്നാണ് BJPയുടെ ആരോപണം. പിതാവിന്റെ ശസ്ത്രക്രിയയുടെ പേര് പറഞ്ഞാണ് നിഷാദ് പരോൾ നേടിയത്. എന്നാൽ ശസ്ത്രക്രിയ നേരത്തെ കഴിഞ്ഞതായി BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ പറഞ്ഞു. പയ്യന്നൂർ നഗരസഭാ ജനപ്രതിനിധിയായി നിഷാദ് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയാണ് തെറ്റായ വിവരങ്ങൾ പറഞ്ഞ് പരോൾ നേടിയതെന്നും BJP ആരോപിക്കുന്നു. പോലീസുകാരെ ബോംബെറിഞ്ഞു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന CPM പ്രാദേശിക നേതാവ് VK നിഷാദിന് കഴിഞ്ഞ ദിവസമാണ് 6 ദിവസത്തെ അടിയന്തര പരോൾ ലഭിച്ചത്. ഇത് ചട്ടവിരുദ്ധമായാണ് നേടിയെടുത്തത് എന്നാണ് BJPയുടെ ആരോപണം. പിതാവിന്റെ കാൽമുട്ടിനുള്ള ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണെന്നാവശ്യപ്പെട്ടാണ് പരോൾ നേടിയെടുത്തതെങ്കിലും 3 ആഴ്ചയ്ക്ക് മുമ്പേ നിഷാദിന്റെ പിതാവിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞതാണ് എന്ന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ ആരോപിച്ചു. ഒരു മാസം എത്തുമ്പോഴേക്കും അദ്ദേഹത്തിന് പരോൾ അനുവദിച്ചിരിക്കുന്നു. പരോൾ അനുവദിക്കാൻ നൽകിയ അപേക്ഷയിൽ അദ്ദേഹം പറഞ്ഞ എന്താ? നിഷാദ് പറഞ്ഞത് അച്ഛൻ്റെ സർജറിയാണ്, അതുകൊണ്ട് പരോൾ അനുവദിക്കണമെന്നുള്ളതായിരുന്നു. എന്നാൽ 3 ആഴ്ച മുമ്പേ നിഷാദിന്റെ അച്ഛൻ ശശി, 65 വയസ്സുകാരനായ ശശിയുടെ സർജറി കഴിഞ്ഞു. കാൽമുട്ടിന്റെ തേയ്മാനവുമായി ബന്ധപ്പെട്ട സർജറി കഴിഞ്ഞു. 3 ആഴ്ച മുമ്പേ സർജറി കഴിഞ്ഞ ഒരാൾക്ക് എന്തിനു വേണ്ടിയാണ് ഇപ്പോഴ് പരോൾ അനുവദിച്ചത്? അപ്പോൾ സർജറിയുടെ പേരിൽ ആണ് അദ്ദേഹം പരോളിൽ അപേക്ഷയിൽ കൊടുത്തത്. എന്നാൽ 3 ആഴ്ച മുമ്പേ സർജറി കഴിഞ്ഞു. ആ കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ പരോൾ അനുവദിച്ചത്? കേസിന്റെ തുടർ നടപടികളെ സ്വാധീനിക്കാനാണ് നിഷാദ് പരോൾ നേടിയത് എന്നും പരോളിന്റെ മറവിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ നിഷാദിന് അധികൃതർ കൂട്ടുനിൽക്കുകയാണ് എന്നും BJP നേതൃത്വം ആരോപിച്ചു. പരോളിന്റെ മറവിൽ ഇറങ്ങി എന്തിനു വേണ്ടിയാണോ അദ്ദേഹം പരോൾ നേടിയത് അതിന് വിരുദ്ധമായ നിലയിൽ അല്ലെങ്കിൽ അതിനോട് ആവശ്യപ്പെടാത്ത ചില കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നുവെങ്കിൽ ആ സത്യപ്രതിജ്ഞ നടക്കാൻ പാടില്ല എന്നുള്ളതാണ് BJPയുടെ മറ്റൊരു ആവശ്യം. വധശ്രമക്കേസിൽ ശിക്ഷ അനുഭവിച്ചു തുടങ്ങിയിട്ട് 1 മാസം തികയുമ്പോഴാണ് നിഷാദിന് പരോൾ ലഭിച്ചത്. ഇതേ ചൊല്ലി വിവാദം തുടരുകയാണ്. ജനം, കണ്ണൂർ.